2015 ഓഗസ്റ്റ് മാസത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സന്ദർശിക്കാൻ ഞങ്ങൾ 4 പേര്, രമേശ മാഷും ഫൈസൽ സാറും ബിനു സാറും, ഞങ്ങൾ 4 പേരും ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു. 2015 ഓഗസ്റ്റ് 22 രാത്രി 10:45 പാലക്കാട് നിന്ന് ചെന്നൈയിലേക്ക് ഞങ്ങൾ ട്രെയിൻ കയറി. രാവിലെ 9 മണിയോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എയർപോർട്ടിൽ കയറി. ഓഗസ്റ്റ് 23 ഉച്ചയ്ക്ക് 12 മണിക്കുള്ള സ്പൈസ് ജെറ്റിൽ ഞങ്ങൾ ആൻഡമാനിലേക്ക് യാത്ര തിരിച്ചു. കടലിന് മുകളിലൂടെയുള്ള യാത്ര ഏറെക്കുറെ വിരസമായിരുന്നു. എന്നാൽ നോർത്ത് സെന്റിനൽ ഐലൻഡിന് മുകളിലെത്തിയപ്പോൾ പൈലറ്റ് ആ മനോഹര ദ്വീപ് കാണിക്കുന്നതിന് വിമാനം ചിരിച്ച് ദ്വീപിന് വലം വെച്ച് പറപ്പിച്ചു. ഗംഭീരമായിരുന്നു ആ കാഴ്ച. പിന്നീട് 2024 ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ അത്തരമൊരു കാഴ്ചയ്ക്ക് ഭാഗ്യമുണ്ടായില്ല. മറ്റുള്ളവരിൽ നിന്ന് തീർത്തും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സെന്റിനൽ ഗോത്രവർഗ്ഗക്കാരുടെ അധിവാസ കേന്ദ്രമാണ് 60 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ദ്വീപ്. പോർട്ട് ബ്ലെയറിലേക്ക് എത്താറായപ്പോഴത്തെ കാഴ്ചകൾ അത് മനോഹരമായത് തന്നെയായിരുന്നു. 2:30 ഞങ്ങൾ പോർട്ട് ബ്ലെയറിൽ ഇറങ്ങി. ഫൈസൽ മാഷിൻ്റെ സുഹൃത്തായ ഹംസാക്ക അയച്ച വണ്ടി ഞങ്ങളെ കാത്തു കിടക്കുന്നുണ്ടായിരുന്നു. MA റോഡിലെ കേരള സമാജത്തിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഹംസാക്കയുടെ ഗ്രാൻഡ് പാലസ് എന്ന ഹോട്ടലിൽ ബാഗ് വെച്ച് കാഴ്ചകൾക്കായി ഇറങ്ങി. ഞങ്ങൾ ആദ്യം വിഖ്യാതമായ സെല്ലുലാർ ജയിൽ കാണുന്നതിനാണ് പോയത്. മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോകളെടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ആൻഡമാൻ ദ്വീപുകളിലേക്ക് കുറ്റവാളികളെയും രാഷ്ട്രീയ തടവുകാരെയും നാടുകടത്താൻ തുടങ്ങിയിരുന്നു. ആദ്യം ഒരു തടങ്കൽ കോളനിയായിട്ടാണ് ആൻഡമാൻ ദ്വീപുകളെ പരിഗണിച്ചത്. ഈ കോളനിയിൽ കുറ്റകൃത്യങ്ങൾ പെരുകിയതോടുകൂടി ജയിൽ പണിയുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചു. 1896 1906 ഇടയിലാണ് ഈ ജയിൽ നിർമ്മിക്കുന്നത്. 18 40 ഇടയിൽ പ്രായമുള്ള തടവുകാരെയാണ് ഈ ജയിലിൽ പാർപ്പിച്ചിരുന്നത്. ശിക്ഷാ കാലാവധി പൂർത്തിയാകുമ്പോൾ അവരെ ആൻഡമാനിൽ പുനരധിവസിപ്പിച്ച് കോളനി വികസിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഒരു നിരീക്ഷണ ഗോപുരത്തെ കേന്ദ്രമാക്കി 7 കൈകളുള്ള ഒരു സ്റ്റാർ ഫിഷിൻ്റെ രൂപത്തിലായിരുന്നു 3 നിലകളുള്ള ഈ ജയിൽ നിർമ്മിച്ചിരുന്നത്. ഇന്ന് ആ 7 വിരലുകളിൽ 2.5 വിരലുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവ 1960 ആൻഡമാൻ അഡ്മിനിസ്ട്രേഷൻ പൊളിച്ച് ഇവിടെ ഒരു ഹോസ്പിറ്റൽ നിർമ്മിക്കുകയാണ് ചെയ്തത്. പുതുതായി വന്നെത്തുന്ന തടവുകാരെ മെരുക്കിയെടുക്കുന്നതിനുള്ള ഏകാന്ത തടവറകളായിട്ടാണ് ഈ ജയിലിൽ പണിതത്. 600ഓളം ഏകാന്ത തടവറകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തടവുകാരോടുള്ള അധികാരികളുടെ ക്രൂരത ജയിലിനെ കുപ്രസിദ്ധമാക്കി. കാലാപാനി എന്ന വിളിപ്പേര് വരികയും ചെയ്തു. ഇവിടുത്തെ ക്രൂരതകൾ പുറംലോകം അറിഞ്ഞതോടെ 1921-22 ജയിൽ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചെങ്കിലും തടവുകാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുക എളുപ്പമല്ലാതിരുന്നതിനാൽ അത് നീണ്ടുപോയി. പിന്നീട് 1932 വീണ്ടും ജയിലിലേക്ക് തടവുകാരെ എത്തിച്ചു തുടങ്ങിയെങ്കിലും ജീവിതം ദുരന്തപൂർണമായിരുന്നു. 1939 രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയപ്പോൾ തടവുകാരെ ഇന്ത്യൻ ജയിലുകളിലേക്ക് മാറ്റി. 1942 ജപ്പാൻ സൈന്യം എത്തുമ്പോൾ ഈ ജയിൽ ശൂന്യമായിരുന്നു. ഈ ജയിലിലെ നീണ്ട ഇടനാഴികളിലൂടെ നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാകുമായിരുന്നു. വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലവും പീഡന കേന്ദ്രവും ഒക്കെ നമുക്ക് ഒരു ഞെട്ടലോടെ മാത്രമേ കാണാനാകുമായിരുന്നുള്ളൂ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കുള്ള പ്രവേശന കവാടമായിട്ടാണ് പോർട്ട് ബ്ലെയർ അറിയപ്പെടുന്നത്. 1789 ഇവിടെ ഒരു ബ്രിട്ടീഷ് കോളനി ഉണ്ടാക്കാൻ ശ്രമിച്ച ലഫ്റ്റനന്റ് ആർച്ചിബാൾഡ് ബ്ലെയറിൻ്റെ പേരിലാണ് പോർട്ട് ബ്ലെയർ എന്നുള്ള പേര് വന്നത്. 2024 സെപ്റ്റംബർ മുതൽ പോർട്ട് ബ്ലെയറിൻ്റെ പേര് മാറ്റുകയും ശ്രീ വിജയപുരം എന്നാക്കി മാറ്റുകയും ചെയ്തു. വിമാന നാവിക മാർഗം ഇതാണ് ആൻഡമാനിലേക്കുള്ള പ്രവേശന കവാടം. ഇവിടുത്തെ തദ്ദേശവാസികൾ ആൻഡമാനീസ് എന്നു പേരുള്ള ഒരു ആദിവാസി ഗ്രൂപ്പായിരുന്നു. 39,000 വർഷം മുമ്പ് മിഡിൽ പാലിയോലിത്തിക് കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടുപോയ ആളുകളുടെ സമൂഹങ്ങളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ തദ്ദേശവാസികൾ. ആർക്കിയോളജിക്കൽ എവിഡൻസ് പ്രകാരം 2200 വർഷം പഴക്കം ഇവിടുത്തെ മനുഷ്യവാസത്തിനുണ്ട്. 11-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ തെക്ക് കിഴക്ക് ഏഷ്യയിലേക്ക് സാമ്രാജ്യം വ്യാപിപ്പിച്ചപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് അവരുടെ ഒരു നാവിക താവളമായിരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ പാശ്ചാത്യ കോളനിവൽക്കരണത്തിന് തുടക്കം കുറിച്ചത് ഡെൻമാർക്കാണ്. 1755 അവർ നിക്കോബാറിലെത്തുകയും നിക്കോബാറിനെ ഒരു കോളനിയാക്കുകയും ചെയ്തു. അന്ന് അതിനിട്ട പേര് ന്യൂ ഡെൻമാർക്ക് എന്നായിരുന്നു. പിന്നീട് അതിൻ്റെ പേര് ഫെഡറിക് ഐലൻഡ് എന്നാക്കി മാറ്റി. മലേറിയ പടർന്നു പിടിച്ചതോടുകൂടി ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അവർ അവസാനിപ്പിച്ചു. പിന്നീട് 1778 ഓസ്ട്രിയ നിക്കോബാറിൽ ഒരു കോളനി ഉണ്ടാക്കാൻ ശ്രമിച്ചതോടെ ഡെൻമാർക്ക് അവരുടെ ഉടമസ്ഥാവകാശം പ്രഖ്യാപിച്ചു. 1789 ആണ് ബ്രിട്ടീഷുകാർ ആൻഡമാൻ ദ്വീപുകളിൽ പോർട്ട് ബ്ലെയറിനടുത്ത് ഒരു കോളനി സ്ഥാപിക്കുന്നത്. 1864 ഇറ്റലി ഡെൻമാർക്കിൽ നിന്ന് നിക്കോബാർ വാങ്ങാൻ ശ്രമം നടത്തിയെങ്കിലും
1868 നിക്കോബാർ ദ്വീപുകൾ ഡെൻമാർക്ക് ബ്രിട്ടീഷുകാർക്ക് വിറ്റു. പിന്നീട് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് 1942 മാർച്ച് 23 ഈ ദ്വീപുകൾ ജപ്പാൻ കൈവശപ്പെടുത്തി. പിന്നീട് 1945 ഓഗസ്റ്റ് 15 ലഫ്റ്റനന്റ് കേണൽ നാഥു സിംഗിന്റെ നേതൃത്വത്തിലുള്ള രജപുത് റെജിമെന്റ് ഈ പ്രദേശം തിരിച്ചുപിടിച്ചു. സ്വാതന്ത്ര്യശേഷം ഈ ദ്വീപുകൾ ബ്രിട്ടന്റേതായി നിലനിർത്താൻ ആഗ്രഹിച്ചെങ്കിലും പിന്നീട് ഉപേക്ഷിച്ച് സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായി മാറി. 4:30 ഞങ്ങൾ ജയിലിൽ നിന്നിറങ്ങി. തുടർന്ന് കടൽ തീരത്ത് കൂടി തന്നെയുള്ള വഴിയിലൂടെ യാത്ര ചെയ്ത് കോർബിയൻസ് കോവ് ബീച്ചിലെത്തി. പോർട്ട് ബ്ലെയറിലെ വാട്ടർ ആക്ടിവിറ്റീസിനുള്ള നല്ല ഒരു സ്ഥലമാണ് ഇത്. വൈകുന്നേരമായതിനാലും മഴക്കാലമായതിനാലും കാഴ്ചകൾ അത്ര മികച്ചതായിരുന്നില്ല. 2 പാറക്കെട്ടുകൾക്കിടയിലെ ആകൃതിയിലുള്ള ഒരു ബീച്ചാണിത്. ഫൈസൽ സാറും ബിനു സാറും വാട്ടർ സ്കൂട്ടറിൽ ഒരു കൈ നോക്കി. ഇരുട്ടായതോടുകൂടി 5:15 ഞങ്ങൾ തിരികെ ഹോട്ടലിലേക്ക് പോന്നു. 24-ാം തീയതി രാവിലെ 8 മണിയോടെ ഞങ്ങൾ കാഴ്ചയ്ക്കായി ഇറങ്ങി. ഞങ്ങൾ അബർദീൻ ജെട്ടിയിലെത്തി. അവിടെ നിന്ന് റോസ് ഐലൻഡിലേക്ക് പോകും. ഒരു ബോട്ടിൽ 9:15 ഞങ്ങൾ റോസ് ഐലൻഡ് ഇറങ്ങി. റോസ് ഐലൻഡ് എന്നുള്ള ഈ പേര് പഴയ പേരാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറൈൻ സർവേയറായിരുന്ന ക്യാപ്റ്റൻ ഡാനിയൽ റോസിൻ്റെ പേരിലാണ് റോസ് ഐലൻഡ് ആയി മാറിയത്. 1858 മുതൽ 1942 ജപ്പാൻ കീഴടക്കുന്നതുവരെ ആൻഡമാനിലെ ബ്രിട്ടീഷ് ഭരണകേന്ദ്രമായിരുന്നു ഈ ദ്വീപ്. പിന്നീട് ജപ്പാന്റെ കീഴിൽ 3 വർഷവും ഭരണകേന്ദ്രമായി ഈ ദ്വീപ് പ്രവർത്തിച്ചു. സുഭാഷ് ചന്ദ്രബോസ് 1943 ഒരു ദിവസം ഇവിടെ താമസിക്കുകയും ത്രിവർണ്ണ പതാക ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. 1945 ബ്രിട്ടൻ ഇത് തിരിച്ചുപിടിച്ചെങ്കിലും ഈ ദ്വീപ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. കുറേയേറെ ബ്രിട്ടീഷ് നിർമ്മാണങ്ങളുടെ അവശിഷ്ടങ്ങളും ജപ്പാന്റെ അധിനിവേശത്തിൻ്റെ ബാക്കിയായ ബങ്കറുകളും വലിയ ഒരു തെങ്ങിൻ തോപ്പും അതിൽ കുറേ മാനുകളും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. അതിനു പുറമെ ഇവിടെ 2 ചെറിയ ബീച്ചുകൾ കൂടിയുണ്ട്. ഞങ്ങൾ ഈ 2 ബീച്ചുകളിലും ഇറങ്ങി. ഈ ബീച്ചിലുണ്ടായിരുന്ന പവിഴപ്പുറ്റ് കല്ലുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. ദ്വീപിന് പിന്നിലുള്ള ബീച്ച് വളരെ ഭംഗിയുള്ളതും ആൾക്കാരില്ലാത്തതുമായിരുന്നു. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഈ ദ്വീപ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. 2018 ഈ റോസ് ഐലൻഡിൻ്റെ പേര് മാറ്റുകയും സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്നാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ ദ്വീപിൽ നിന്ന് കടലിലേക്ക് നോക്കുമ്പോൾ കടലിൻ്റെ നിറം ആരെയും ആകർഷിക്കുന്ന ഒന്നായിരുന്നു. 11 മണിയോടെ ഞങ്ങൾ നോർത്ത് ബേയിലേക്ക് നീങ്ങി. അവിടെ സാധിച്ചാൽ സ്കൂബ ഡൈവ് ചെയ്യണം, അതായിരുന്നു ലക്ഷ്യം. അവിടെ എത്തി ഞങ്ങൾ ആദ്യം ഗ്ലാസ് ബോട്ടം ബോട്ടിൽ ഒരു റൈഡ് നടത്തി. പവിഴപ്പുറ്റുകളും മീനുകളും കാണുന്നതിനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ എളുപ്പമുള്ള മാർഗമായിരുന്നു അത്. തുടർന്ന് ഞങ്ങൾ കരയിലിറങ്ങി. പവിഴപ്പുറ്റിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുള്ള ഒരു മണൽ ബീച്ച്. ഞങ്ങൾ സ്കൂബ ഡൈവിങ്ങിനുള്ള ഡ്രസ്സിട്ട് റെഡിയായി. ആദ്യം മാസ്ക് വെച്ചുള്ള പരിശീലനം, തുടർന്ന് മുങ്ങൽ. രമേശ് മാഷ് പരിശീലനത്തിൽ പരാജയപ്പെട്ട് പിൻവാങ്ങി. ഞങ്ങൾ 3 പേരും സ്കൂബ ചെയ്തു. ശരിക്കും നമ്മെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു കടലിനുള്ളിലെ കാഴ്ചകൾ. മനോഹരമായ പവിഴപ്പുറ്റുകളും മീനുകളും. ശരിക്കും നമ്മളൊരു അക്വേറിയത്തിലൂടെ നീന്തുകയാണോ എന്ന് തോന്നുമായിരുന്നു. അരമണിക്കൂർ പറഞ്ഞെങ്കിലും 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ കയറ്റിവിട്ടു. ബിനു സാറ് 5 മിനിറ്റിനുള്ളിൽ തിരിച്ചു പോന്നിരുന്നു. 836 ദ്വീപുകളുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇതിൽ 31 ദ്വീപുകളിൽ മാത്രമേ ആൾവാസമുള്ളൂ. ഇന്ത്യയുടെ പ്രധാന ഭാഗത്തു നിന്ന് ഏതാണ്ട് 1200 കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് സമൂഹം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് 165 കിലോമീറ്ററും മ്യാൻമാറിലേക്ക് 280 കിലോമീറ്ററും തായ്ലാൻഡിലേക്ക് 650 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. സ്കൂബ നടത്തിയ സന്തോഷത്തോടെ 2 മണിയോടെ ഞങ്ങൾ തിരികെ യാത്ര ആരംഭിച്ചു. ടൗണിലിറങ്ങി കുറേ സമയം ടൗണിലൂടെ നടന്നു. വൈകുന്നേരം വീണ്ടും ഇറങ്ങിയപ്പോൾ ഒരു ജറവ ഗോത്ര വിഭാഗക്കാരനെ കണ്ടു. അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഒരു ഫോട്ടോയും എടുത്ത് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. ഓഗസ്റ്റ് 25-ാം തീയതി രാവിലെ 5:45 ഞങ്ങൾ ഫൊനിക്സ് ബേ ജെട്ടിയിലെത്തി. ഇന്ന് ഞങ്ങൾ ഹാവ്ലോക്ക് ദ്വീപിലേക്ക് പോയി മടങ്ങി വരും. മഴക്കാലമായതിനാൽ കറ്റമരാൻ സർവീസുകൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ സർവീസാണ്. കടൽ ശാന്തമായതിനാലാണ് ഈ സർവീസ് ആരംഭിക്കുന്നത്. ഗ്രീൻ ഓഷൻ 1 എന്ന കപ്പലിലാണ് യാത്ര. അന്തരീക്ഷം മൂടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു. യാത്രക്കിടയിൽ മഴച്ചാറ്റലുമുണ്ടായിരുന്നു. കാലാവസ്ഥ മോശമായാൽ തിരിച്ചുള്ള യാത്ര തടസ്സപ്പെടുമെന്നുള്ള അറിവ് നാളെ തിരിച്ചു പോരേണ്ട ഞങ്ങൾക്കൊരു ഞെട്ടലുണ്ടാക്കി. 9:45 ഞങ്ങൾ ഹാവ്ലോക്കിലെത്തി. ഹംസാക്ക ഏർപ്പാടാക്കിയ ഒമിനി വാനിൽ ഞങ്ങൾ യാത്ര തിരിച്ചു. ആദ്യം കണ്ട ചായക്കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കാലാപത്തർ ബീച്ചിലെത്തി. അതിമനോഹരമായൊരു ബീച്ചാണ് ഈ കാലാപത്തർ ബീച്ച്. എമറാൾഡ് നിറത്തിലുള്ള വെള്ളം ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. നാമമാത്രമായ തിരകൾ മാത്രമേ ഉള്ളൂ. നിബിഡ വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ് എന്നത്
ഈ ബീച്ചിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. പലരും കടലിൽ ഇറങ്ങി കുളിക്കുന്നുണ്ടെങ്കിലും ഇതൊരു സ്വിമ്മിംഗ് ബീച്ചല്ല. കാരണം പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ബീച്ചാണിത്. കറുത്ത പാറകളുള്ള ബീച്ച് എന്ന നിലയിലാണ് ഇത് കാലാപത്തർ ബീച്ചായി മാറിയത്. വെള്ളി നിറത്തിലുള്ള മണലും എമറാൾഡ് നിറത്തിലുള്ള കടലും ചേർന്നുള്ള ഈ ഒരു കാഴ്ച ഏറ്റവും മനോഹരമായ ഒന്നായിരുന്നു. ജീവനുള്ള കക്കകൾ ബീച്ചിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. വളരെ കൗതുകകരമായൊരു കാഴ്ചയായിരുന്നു അത്. ആദ്യമായാണ് അത്തരമൊരു കാഴ്ച ഞാൻ കാണുന്നത്. കുറച്ച് സമയം അവിടെ ചെലവഴിച്ച് അവിടെയുള്ള ഒരു കടയിൽ നിന്ന് കരിക്കുവെള്ളം കുടിച്ച് ഞങ്ങൾ രാധാനഗർ ബീച്ചിലേക്ക് യാത്ര തിരിച്ചു. 12 മണിയോടുകൂടി ഞങ്ങൾ രാധാനഗർ ബീച്ചിലിറങ്ങി. ഇതും നിബിഡ വനത്തോട് ചേർന്ന ഒരു സ്ഥലമാണ്. 2004 ഏഷ്യയിലെ ഏറ്റവും മികച്ച ബീച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട ബീച്ചാണിത്. വളരെ നീളമുള്ള ഒരു ബീച്ചാണ്. സൺസെറ്റ് കാണുന്നതിനുള്ള ബീച്ചായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. വെള്ളത്തിൻ്റെ നിറം കാലാപത്തർ ബീച്ചിൻ്റെ അത്ര മികച്ചതല്ല, പക്ഷേ വളരെ മികച്ച ഒരു സ്വിമ്മിംഗ് ബീച്ചാണിത്. വളരെ വലിയ തിരകളുള്ള ഒരു ബീച്ചായതിനാൽ കടലിൽ കുളി കുറച്ചുകൂടി ആഘോഷമാകുമായിരുന്നു. കാലാപത്തർ ബീച്ചിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. കടലിൽ കുളിക്കുന്നവരും സാൻഡ് ഉണ്ടാക്കുന്നവരും അങ്ങനെ കുറച്ച് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബീച്ചിലൂടെ നടന്ന് കാഴ്ചകൾ കണ്ടു. വിശ്രമിക്കുന്നതിന് തീരത്ത് ധാരാളം ഹട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ വലിയ മരത്തണലിൽ ധാരാളം ഇരിപ്പിടങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. 1:15 ഞങ്ങൾ ബീച്ചിൽ നിന്ന് തിരിച്ചു പോന്നു. വഴിയിൽ ആൻഡമാൻ അടയ്ക്കയ്ക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. ഡ്രൈവർക്ക് ഒരു പരിചയമുണ്ടായിരുന്നില്ല ആ സാധനം. അപ്പോഴേക്കും ഷിപ്പിൽ നിന്ന് വിളി വന്നു. കാലാവസ്ഥ മോശമായതിനാൽ വേഗം തിരിച്ചു പോകണമത്രേ. 1:15 ഞങ്ങൾ ജെട്ടിയിലെത്തി. ബാക്കിയുള്ളവർ വരാൻ വേണ്ടി കാത്തുനിന്നു. അവിടെ ഉണ്ടായിരുന്ന ബീച്ചിൽ ഫോട്ടോ എടുക്കാനായി ഇറങ്ങി. മനോഹരമായൊരു ബീച്ചായിരുന്നു അതും. 2018 വരെ ഈ ദ്വീപ് ഹാവ്ലോക്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇതിൻ്റെ പേര് സ്വരാജ് ദ്വീപ് എന്നാക്കി മാറ്റി. എങ്കിലും ഇന്ന് 2 പേരുകൾ ഉപയോഗിക്കുന്നുണ്ട്. പോർട്ട് ബ്ലെയറിൽ നിന്ന് 41 കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ്. ബ്രിട്ടീഷ് ജനറലായിരുന്ന സർ ഹെൻറി ഹാവ്ലോക്കിൻ്റെ പേരിലാണ് ദ്വീപ് അറിയപ്പെട്ടിരുന്നത്. 1943 ഡിസംബർ 30 പോർട്ട് ബ്ലെയറിൽ ദേശീയ പതാക ഉയർത്തിയ സുഭാഷ് ചന്ദ്രബോസ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്വാതന്ത്ര്യം നേടിയതായി പ്രഖ്യാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് സ്വരാജ് ദ്വീപ് എന്ന പേര് നൽകിയത്. തിരിച്ചുള്ള ഞങ്ങളുടെ കപ്പൽ യാത്ര ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു. ഞങ്ങൾ താഴെയുള്ള ഡെക്കിലായിരുന്നു ഇരുന്നിരുന്നത്. ഉറക്കത്തിൽ വയറ് ഉരുണ്ടു കയറുന്നത് പോലെ തോന്നി എഴുന്നേറ്റപ്പോൾ കറ്റമരാൻ തിരയിൽ ആടി ഉലയുകയായിരുന്നു. ഞങ്ങൾ ഏറ്റവും മുകളിലെ ഡെക്കിൽ കയറി നിന്നു. കപ്പൽ ഒരു വലിയ തിരയിൽ നിന്ന് മറ്റൊരു തിരയിലേക്ക് ഇങ്ങനെ ചാടി ചാടി പോകുന്നത് പോലെ തോന്നി. മുകളിൽ ആഘോഷത്തിലായിരുന്നവർ ഛർദി തുടങ്ങി. ഞങ്ങൾക്കും ഛർദിക്കാൻ വന്നെങ്കിലും പിടിച്ചു നിന്നു. അവസാനം നോർത്ത് ബേയിലെ ലൈറ്റ് ഹൗസ് കണ്ടതോടുകൂടി എല്ലാം ശരിയായി. 5:15 തിരികെ പോർട്ട് ബ്ലെയറിൽ ഞങ്ങളെത്തി. 26-ാം തീയതി രാവിലെ സ്പൈസ് ജെറ്റിൻ്റെ മെസ്സേജ് വന്നു. രാവിലെ 9 മണിക്ക് പോവേണ്ട ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടും. അതിശക്തമായ മഴയാണ് കാരണം. അതിനാൽ ഞങ്ങൾ വണ്ടൂർ ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു. രാവിലെ 6:30 ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ആൻഡമാൻ ദ്വീപിൻ്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു ബീച്ചാണ് ഈ വണ്ടൂർ ബീച്ച്. മുതലകളുള്ള ബീച്ചായതിനാൽ ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങിയില്ല. മറിഞ്ഞു കിടക്കുന്ന മരത്തിൻ്റെ അതിൻ്റെ വേരിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ബീച്ച് വളരെ ആകർഷകമായ ഒന്നായി തോന്നി. മഴ തുടങ്ങിയതിനാൽ ഞങ്ങൾ അധിക സമയം ബീച്ചിൽ നിന്നില്ല. വണ്ടൂർ എന്ന സ്ഥലം കേരളത്തിലാണെന്നും ഇത് ആ സ്ഥലത്തിൻ്റെ കോപ്പിയാണെന്നും പറഞ്ഞിട്ട് ഡ്രൈവർ സമ്മതിച്ചില്ല. അയാൾക്ക് ഖിലാഫത്തും വാഗൺ ട്രാജഡിയും ഒന്നും അറിയില്ല എന്ന് തോന്നി. പിന്നെ ഞങ്ങൾ തിരൂരിലുള്ള ഫൈസൽ സാറിൻ്റെ പഴയ അയൽക്കാരനെ കാണാനായി പോയി. അവിടെ എത്തിയപ്പോൾ അതിശക്തമായ മഴയായി മാറി. ചായ കുടിച്ച് 9:15 അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങി. തിരിച്ചു വരും വഴി ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ഫാമിൽ കയറി ആൻഡമാൻ അടക്ക അന്വേഷിച്ചു. അപ്പോഴാണ് രസകരമായൊരു കാര്യം അവർ പറഞ്ഞത്. അവർ കവുങ്ങ് നടുന്നത് കേരളത്തിൽ നിന്ന് അടയ്ക്ക കൊണ്ടുവന്നിട്ടാണത്രേ. അവർക്കും ആൻഡമാൻ അടയ്ക്കയെക്കുറിച്ച് വലിയ പരിചയമില്ല. ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിച്ച് തിരിച്ച് നഗരത്തിൽ വന്നു. 11:30 വരെ ഹോട്ടലിൽ വിശ്രമിച്ചു. പിന്നെ എയർപോർട്ടിലേക്ക് നീങ്ങി. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പ്രചരണ തിരക്കിൽപ്പെട്ടെങ്കിലും കൃത്യസമയത്ത് എയർപോർട്ടിലെത്തി. 2 മണിക്ക് പോവേണ്ട ഫ്ലൈറ്റ് 3:20 യാത്ര തിരിച്ചു. കാലാവസ്ഥ മോശമായതിനാൽ തികച്ചും ബുദ്ധിമുട്ടേറിയതായിരുന്നു തിരിച്ചുള്ള യാത്ര. 5:30 ഞങ്ങൾ ചെന്നൈയിലെത്തി. വൈകുന്നേരം 8 മണിക്കുള്ള ട്രെയിനിൽ നാട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ്, പർച്ചേസ്, സ്കൂബ ഡൈവ് ഉൾപ്പെടെ 12,000 രൂപയ്ക്ക് താഴെ നിന്ന ആൻഡമാൻ യാത്ര അവസാനിച്ചു.